ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മലയാളികളും നിർബന്ധമായും കൗമാരകാലത്ത് തന്നെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അധ്യാത്മരാമായണം എന്ന് പ്രശസ്ത സാഹിത്യകാരൻ വി.കെ. രവിവർമ്മ തമ്പുരാൻ അഭിപ്രായപ്പെടുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിക്കുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർ നടത്തിയ അഭിപ്രായങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇത്. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അത് തികച്ചും പ്രതിലോമകരമായ ഒരു പ്രവണതയാണ് എന്നും രവിവർമ്മ തമ്പുരാൻ പറയുന്നു. മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ ക്ലാസിക് കൃതിയാണ് അധ്യാത്മരാമായണമെന്നും രാമായണം മാത്രമല്ല വേദങ്ങളും പുരാണങ്ങളും മറ്റു ഭാരതീയ ഇതിഹാസങ്ങളും ബൈബിളും ഖുറാനും മൂലധനവും ഒക്കെ വായിച്ച് മനുഷ്യർ അറിവ് നേടട്ടെ എന്നും രവിവർമ്മ തമ്പുരാൻ പറഞ്ഞു. അറിവിന് നേരെ എന്തിനാണ് ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നത്? തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണമായ ഭാഗം വായിക്കാം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിക്കുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ അഭിപ്രായം എഴുതി കാണുന്നു. തികച്ചും പ്രതിലോമകരമായ ഒരു പ്രവണതയാണിത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മലയാളികളും നിർബന്ധമായി കൗമാരകാലത്ത് തന്നെ വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. എന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ ക്ലാസിക് സാഹിത്യ കൃതിയാണിത്. ഇത് എഴുതിയത് കൊണ്ടാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്ന വിശേഷണത്തിന് അർഹനായത്. ഏതൊരു മലയാളിയുടെയും ഭാഷാ സ്വാധീനം ദൃഢപ്പെടുന്നതിന് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ട് വായിച്ചിരിക്കണം എന്ന് 40 വർഷം മുൻപ് കത്തിലൂടെ എന്നോട് പറഞ്ഞത് കവി കുഞ്ഞുണ്ണിയാണ്. അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ കുട്ടേട്ടനായിരുന്നു കുഞ്ഞുണ്ണി. കഥ പ്രസിദ്ധീകരിക്കാത്തതിന് കാരണം പറഞ്ഞ് കത്തെഴുതുമ്പോൾ അദ്ദേഹം എഴുതും, അധ്യാത്മരാമായണ കിളിപ്പാട്ട് വായിക്കണം, ഭാഷ നന്നാവും. കുഞ്ഞുണ്ണി പറഞ്ഞെങ്കിലും യുക്തിവാദിയായിരുന്ന അക്കാലത്തൊക്കെ ഭക്തി പുസ്തകം വായിക്കാതെ വാശി പിടിച്ചു നടന്നു. പിന്നീട് 30-35 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് അധ്യാത്മരാമായണം വായിക്കാൻ തോന്നിയത്. അപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി. എന്തുകൊണ്ട് ഇത് സ്കൂൾ കാലത്തെ വായിച്ചില്ല എന്ന്. അത്രയ്ക്കാണ് അതിലെ ഭാഷാ സൗന്ദര്യം. ഭാഷാ ഭംഗിയുടെ കാര്യം കഴിഞ്ഞാൽ വരുന്നു സാഹിത്യ ഭംഗി. ഇത്രയും ശുദ്ധവും ഭാവനാപൂർണവും ആസ്വാദ്യകരവുമായ ഒരു മലയാള കാവ്യ ആഖ്യായിക വേറെ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് അതിശയിച്ചു പോകും വിധം നവവും ഭാവനാസമ്പന്നവും ആഖ്യാന മഹത്വമായ കൃതിയാണത്. ജാതികളും ഉപജാതികളുമായ ഒരു വലിയ സമൂഹത്തെ ഭിന്നിപ്പിച്ചു നിർത്താനും മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന കാലമാണിത്. മുമ്പൊരിക്കൽ ഇതേപോലെ ഒരു സാഹചര്യം ഉണ്ടായത് 1400കളുടെ അവസാനവും 1500കളുടെ ആദ്യവുമാണ്. കേരളത്തിൽ സ്വാധീനം വളർത്താനും അധികാരം പിടിക്കാനും വേണ്ടി പോർച്ചുഗീസുകാർ ചെയ്ത ക്രൂരതയാണത്. അന്ന് കേരളം അതിനെ പ്രതിരോധിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന ഭക്തി പുസ്തകത്തിലൂടെയാണ്. എല്ലാ മനുഷ്യരും ഭഗവാന് മുന്നിൽ തുല്യരാണ് എന്നതാണ് ഈ കൃതിയുടെ വൺ ലൈൻ. ആ ആശയം വിശദമാക്കാനാണ് രാമന്റെ കഥ എഴുത്തച്ഛൻ പറയുന്നത്. ആദിവാസി സമൂഹത്തിൽ പിറന്ന ശബരി കടിച്ച പഴങ്ങൾ രാമൻ അതീവ ഇഷ്ടത്തോടെ വാങ്ങി കഴിക്കുന്നതും ആദിവാസി രാജാവായ ഗുഹന്റെ സങ്കേതത്തിൽ രാമൻ അന്തി ഉറങ്ങുന്നതും കുരങ്ങന്മാരുമായും രാക്ഷസ വംശത്തിൽപ്പെട്ട വിഭീഷണനുമായും ചർച്ചയുണ്ടാക്കുന്നതും ഒക്കെ വായിച്ചു വരുമ്പോൾ ഈ തുല്യതാബോധം മനസ്സിലുറയ്ക്കും. കഥകളിലൂടെ പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടി എഴുത്തച്ഛൻ പച്ചയ്ക്ക് പറയുന്നു, ബ്രാഹ്മണോഹം നരേന്ദ്ര മാട്യോഹം എന്ന ആമ്രേഡിതം കലർന്നീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിന് കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹ നിമിത്തം മഹാമോഹം. താൻ ജാതിയിൽ താഴ്ന്ന സ്ത്രീയാണ് എന്ന് പറയുന്ന ശബരിയോട് രാമൻ പറയുന്നത് ഇങ്ങനെ, സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമോ ജാതിയോ അല്ല, മറിച്ച് ഭക്തി മാത്രമാണ് മോക്ഷത്തിന്റെ കാരണം. രാവണന്റെ അനുജരായ വിഭീഷണൻ രാമന്റെ അടുക്കൽ അഭയം തേടി വന്നപ്പോൾ രാക്ഷസനെ വിശ്വസിക്കരുത് എന്ന് സുഗ്രീവൻ പറയുന്നുണ്ട്. അപ്പോൾ ഹനുമാന്റെ മറുപടി, ജാതിനാമാദികൾക്കല്ല ഗുണഗണ ഭേദം എന്നത്രേ പറയുന്നു ബുദ്ധജനം. ഇങ്ങനെ ജാതി വിവേചനത്തിനും മനുഷ്യർ തമ്മിലുള്ള ഉയർച്ച താഴ്ചകൾക്കുമെതിരെ ഉടനീളം സംസാരിക്കുന്നത് കൊണ്ടാണ് എഴുത്തച്ഛന് കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നും അധ്യാത്മരാമായണത്തെ നവോത്ഥാനത്തിന് സഹായിക്കുന്ന പ്രമാണ ഗ്രന്ഥമെന്നും ഞാൻ എന്റെ നോവലിൽ വിശേഷിപ്പിച്ചത്. ഇന്ന് പരിസ്ഥിതി ബോധമേറെ വികസിച്ചിട്ടുണ്ട്. ജൈവ വൈവിധ്യം സംബന്ധിച്ച ആദ്യ സമ്മേളനം ലോകത്ത് നടക്കുന്നത് 1974ലാണ്. എന്നാൽ അതിനൊക്കെ എത്രയോ മുൻപ്, അതായത് 1500കളിൽ എഴുതപ്പെട്ട അധ്യാത്മരാമായണ കിളിപ്പാട്ട് മുന്നോട്ട് വെക്കുന്ന ജൈവ വൈവിധ്യ സംരക്ഷണ ആഹ്വാനം എത്ര മഹത്തരമാണ് എന്ന് ആ കൃതി വായിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട പാരമ്പര്യത്തിന്റെ ഉത്തമ വ്യാഖ്യാനമാണ് അധ്യാത്മരാമായണ കിളിപ്പാട്ട്. പറയാൻ ഇനിയുമേറെ മഹത്വങ്ങൾ ആ കൃതിക്കുണ്ട്. കർക്കിടകത്തിൽ മാത്രമല്ല, വർഷം മുഴുവൻ അധ്യാത്മരാമായണം വായിക്കണം. രാമായണം മാത്രമല്ല, വേദങ്ങളും പുരാണങ്ങളും മറ്റു ഭാരതീയ ഇതിഹാസങ്ങളും ബൈബിളും ഖുറാനും മൂലധനവും ഒക്കെ വായിച്ച് നമ്മുടെ മനുഷ്യർ അറിവ് നേടട്ടെ. എന്തിനാണ് അറിവിന് നേരെ ഇത്രയധികം അസഹിഷ്ണുത കാട്ടുന്നത്? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടും വാങ്ങാതെയും വായിക്കാതെയും ഇരുന്ന അധ്യാത്മരാമായണ കിളിപ്പാട്ട് പിന്നീട് എന്റെ ഭാഷയും ഭാവനയും ആഖ്യാന തന്ത്രത്തെയും ഒക്കെ ഗുണപരമായി മാറ്റിമറിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ പഴയ പുസ്തകമാണ് ഒപ്പമുള്ളത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.